തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ബോധമാണ് ഇവിടെ നമുക്ക് വിളിച്ചോതുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നത് എന്നാണ്. അപ്പോൾ കൂടുമ്പോൾ നമുക്ക് ഇമ്പം ഉണ്ടാവണം. അതിനാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ മക്കളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഏതൊരു വിഷമമുള്ള പിതാവും കടന്നു വരുമ്പോൾ ആ മക്കളെ കാണുമ്പോൾ അവൻ്റെ വിഷമങ്ങളൊക്കെ തീർന്നു പോയതുപോലെയാണ്. അതുപോലെ അമ്മയുടേത് പിന്നെ പറയേണ്ടതില്ല. അമ്മയാണ് മക്കളെ സംബന്ധിച്ച് എല്ലാം. എന്ത് വിഷമമുണ്ടെങ്കിലും ഏതൊരു കുട്ടിയും ആദ്യം പറയുക എൻ്റെ അമ്മ എന്നാണ് ആദ്യം പറയുക. രണ്ടാം സ്ഥാനമാണ് സത്യത്തിൽ പിതാവിനുള്ളത്. അമ്മയാണ് ആ കുട്ടിയുടെ എല്ലാം. ഏതൊരു ഘട്ടത്തിലും കുട്ടിയുടെ കൂടെ ഉണ്ടാകുന്നവർ തന്നെയാണ് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ പൊന്മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല പ്രാർത്ഥനകളിലായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ മക്കളെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. കാരണം ജീവിതത്തിൽ ഒരു ടീമിന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഫലമുണ്ടാവും. അത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും മറ്റൊന്ന് അധ്യാപകരുടെ പ്രാർത്ഥനയുമാണ്. കാരണം എൻ്റെ സ്റ്റുഡൻ്റാണ് ഇവൻ. ഈ അസ്ലഹ് എന്ന് പറയുന്നത് ഞാൻ എഫിലെ സ്റ്റുഡൻ്റാണ്. അതുപോലെ അയ്യൂബ് എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുപോലെ എൻ്റെ ഇർവാൻ ഷാ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇവരൊക്കെ ഞാൻ എന്നെന്നും ഇവരെ എന്നല്ല നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും എപ്പോഴും ഓർക്കുന്നു. ചില പുതുമുഖങ്ങളൊക്കെ ഞാൻ കാണുന്നു. മറ്റുള്ളതൊക്കെ എൻ്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ എന്നെന്നും ഐശ്വര്യവും ഈ ഒരു സന്തോഷവും എന്നെന്നും എപ്പോഴും നിലനിർത്തട്ടെ എന്നാണ് എനിക്ക് അധ്യക്ഷ പ്രസംഗത്തിൽ പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.